ഇപ്പം ഹാമിംഗ് കോഡാണ് പറയാൻ പോകുന്നത്. ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ എറർ കറക്ഷൻ കോഡാണ്. എന്ന് വെച്ചാൽ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ബൈനറി ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവറിലെത്തുന്ന ഡാറ്റ കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. കറക്റ്റ് അല്ല, എവിടെയെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനും കഴിയും. ഇതാണ് ഹാമിംഗ് കോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സെൻഡറിൽ നിന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത്, ബൈനറി ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഡാറ്റ ബിറ്റ്സ് കൂടെ ആഡ് ചെയ്യും. ഈ ബിറ്റ്സിനെയാണ് നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഫസ്റ്റ് വരുന്നത് എത്ര നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് 2r എപ്പോഴും എന്തായിരിക്കണം? m+r+1 ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കണം. ഈ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്ട് ഡാറ്റയാണ്, r എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആണ്. ഈ കേസിൽ ഒരു എക്സാമ്പിൾ ഡാറ്റ ബിറ്റ് 7 ബിറ്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 7 ബിറ്റ്സ് ആണ് m എന്നുള്ളത് നമുക്കറിയാം. m+ ഞാനിപ്പോൾ ഒരു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3+1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എനിക്ക് 9 ആണ് വരിക. 2⁻³ എന്താ വരിക? 8 ആണ് വരിക. അപ്പോൾ ഈ കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? r=4 കൊടുത്തു. r=4 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? 7 എന്ന് പറയുന്നതാണ് m, 4 എന്ന് പറയുന്നതാണ് r. നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ഞാൻ 4 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ m+r+1 എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ് വരിക? 12 ആണ് വരിക. 2⁻4 എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ് വരിക? 16 ആണ് വരിക. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സമയം നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് 7 ഡാറ്റ ബിറ്റിന് 4 ആയിരിക്കും വരിക. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പം ഇനി ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 4 റിഡൻഡൻറ്റ് ബിറ്റാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെ വേണം ഞാൻ ആഡ് ചെയ്യാൻ? ഡാറ്റ ബിറ്റ് കഴിഞ്ഞിട്ടാണോ, മുമ്പിലാണോ, അതോ ഡാറ്റ ബിറ്റ്സിൻ്റെ ഇടയിലാണോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ r1, r2, r3, r4 4 റിഡൻഡൻറ്റ് ബിറ്റ്സാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. എൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 7 ബിറ്റ്സുള്ള 1 0 0 1 1 0 1 ആണ് എൻ്റെ ഡാറ്റാസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 2⁻. അപ്പം പൊസിഷൻ 2⁻0, 2⁻1, 2⁻2, 2⁻3 ഈ പൊസിഷൻസിലായിരിക്കും ഞാൻ എന്ത് ആഡ് ചെയ്യുക? റിഡൻഡൻറ്റ് ബിറ്റിനെ ആഡ് ചെയ്യുക. അപ്പോൾ 2⁻0 എന്താ? 1 ആണ്. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു റിഡൻഡൻറ്റ് ബിറ്റിനെ ആഡ് ചെയ്യാം. 2⁻1 എന്താ? 2 ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എനിക്കൊരു റിഡൻഡൻറ്റ് ബിറ്റിനെ ആഡ് ചെയ്യാം. 2⁻3 എന്താ? 2⁻2 എന്താ? 4 ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു റിഡൻഡൻറ്റ് ബിറ്റിനെ ആഡ് ചെയ്യാം. 2⁻4 എന്താ? 8 ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു റിഡൻഡൻറ്റ് ബിറ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇപ്പോൾ 4 ബിറ്റ് ആയത് കാരണം 2⁻3 വരെ ഞാൻ എടുത്തുള്ളൂ. ഇനി 5 ബിറ്റ് ഉണ്ടെങ്കിലോ 2⁻5 അതായിരിക്കും നെക്സ്റ്റ് പൊസിഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഏത് പൊസിഷനിൽ വേണം നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ് 7 ആണ്, നമ്പർ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റ് 4 ആണ്. അപ്പോൾ ടോട്ടൽ ഡാറ്റ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അയക്കുന്നത് എത്രയായിരിക്കും? 7+4 11 ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഡാറ്റയെ ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് ഇനി ഈ റിഡൻഡൻറ്റ് ബിറ്റ് 4 റിഡൻഡൻറ്റ് ബിറ്റാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. r1, r2, r3, r4. അപ്പോൾ ഈ r1 1 ആണോ 0 ആണോ, r2 1 ആണോ 0 ആണോ, r3 1 ആണോ 0 ആണോ, ഇതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏത് ബിറ്റാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്? ഈ r1, r2, r3ൻ്റെ വാല്യൂസാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈവൻ പാരിറ്റി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം r1 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഡാറ്റ ബിറ്റ്സിൽ 1 3 5 7 9 11 ഈ പൊസിഷനിൽ ഏതൊക്കെ ബിറ്റ്സുകളാണോ വന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ r1 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് 1 3 5 7 9 11 ഈ പൊസിഷനിൽ ഏതൊക്കെ ബിറ്റുകളാണോ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ ഒന്ന് എടുക്കാം. അപ്പം ഈ ഡാറ്റ കൺസിഡർ ചെയ്യുമ്പോൾ
ഈ ഡാറ്റ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പൊസിഷനിൽ ഏതൊക്കെയാണ് വന്നുള്ളതെന്ന് നോക്കാം. അപ്പം 1-ൽ നമുക്ക് ഡാറ്റ ഒന്നുമില്ല അല്ലേ. 3-ൽ 1 ആണ്, 5-ൽ 0 ആണ്, 7-ൽ 1 ആണ്, 9-ൽ 0 ആണ്, 11-ൽ 1 ആണ്. അപ്പോൾ ഈ ബിറ്റ് പൊസിഷനാണ് ഞാൻ R1 കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത്. R1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1, 3, 5, 7, 9, 11 ഈ പൊസിഷനിലുള്ള ബിറ്റുകൾ ഞാൻ എടുക്കുക. അതിൻ്റെ ഈവൻ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ബിറ്റുകൾ എടുക്കുന്ന സമയത്ത് 1-ൽ എനിക്കൊരു ഡാറ്റ ഇല്ല, അവിടെ ഞാൻ R1 തന്നെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. തേർഡ് പൊസിഷനിൽ 1. അപ്പോൾ ഈവൻ പാരിറ്റി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൺ ആയിരിക്കണം. ഇവിടെ 1, 2, 3. അപ്പോൾ 3 വൺസാണ് എനിക്ക് വന്നിട്ടുള്ളത്, 3 വൺസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഓഡ് നമ്പറാണ്. അത് ഈവൺ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ R1 എന്ന് പറയുന്ന പൊസിഷനിൽ 1 ആഡ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക? ഈ പൊസിഷനിലെ ഈവൺ പാരിറ്റി, ഈ പൊസിഷനിലെ നമ്പർ ഓഫ് വൺസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ R1 ബിറ്റ് എനിക്ക് കിട്ടി, 1 എന്നുള്ളത് കിട്ടി. R2 ബിറ്റ് സെയിം പ്രൊസീജിയറാണ് ചെയ്യുക, പക്ഷെ പൊസിഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, 6th പൊസിഷൻ, 7th പൊസിഷൻ, 10th, 11th ഈ പൊസിഷനിലുള്ള ബിറ്റുകൾ നോക്കുക. അതിൻ്റെ ഈവൻ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1 ആണോ 0 ആണോ ഞാൻ ആഡ് ചെയ്യേണ്ടതെന്ന് കിട്ടും. അപ്പോൾ ഈ പൊസിഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഈ ഗ്രീൻ കളറിൽ കൊടുത്തത് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ആ പൊസിഷനിൽ ഏത് ബിറ്റ് വേണം എന്നുള്ളത്. അടുത്തത് തേർഡ് പൊസിഷനിൽ നമുക്ക് 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യണം, വൺസ് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 1, 2, 3, 4. അപ്പോൾ നമ്പർ ഓഫ് വൺസ് എത്രയാണ്? ഈവൺ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈവൺ പാരിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ R2 പൊസിഷനിൽ 0 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈവൺ പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ ഞാൻ R1, R4 കണ്ടുപിടിച്ചു, R8 കണ്ടുപിടിച്ചു. അപ്പോൾ എൻ്റെ ഫൈനൽ ഡാറ്റ പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഡാറ്റ ബിറ്റും റിഡൻഡൻറ്റ് ബിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ R1, R2, R3യുടെ പൊസിഷൻസ് ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് പൊസിഷനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാണ്? ഫസ്റ്റ് പൊസിഷനെ 0th പൊസിഷനെ 0, 0 അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് പൊസിഷനെ ഞാൻ എന്ത് ചെയ്യാണ്? സെക്കൻഡ് പൊസിഷനെ 0, 0, 0, 1. സെക്കൻഡ് പൊസിഷൻ മീൻസ് ഫസ്റ്റ്. അപ്പം പൊസിഷൻ 0, 1, 2, 3, 4, 6, 7, 8, 9 അങ്ങനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് റിഡൻഡൻറ്റ് ബിറ്റ് 4 ബിറ്റുകളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എത്ര ഇത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും? പൊസിഷൻ 4 ബിറ്റ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യണം. 4 ബിറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 0നെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? 0, 0, 0, 1ന് 0, 0, 1, അടുത്തതിന് 0, 0, 1, 0, അടുത്തത് 0, 0, 1, 1 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഞാൻ R1ന് ഏതൊക്കെ പൊസിഷൻ എടുക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? R1ൽ ഏതൊക്കെ വൺസ് വന്നിട്ടുണ്ട്? അപ്പോൾ പൊസിഷൻ 1ൽ 1 വന്നിട്ടുണ്ട്, 3ൽ 1 വന്നിട്ട് ഈ ഭാഗം നോക്കുന്നത് കേട്ടോ, എവിടെയൊക്കെ 1 വന്നിട്ടുണ്ട് എന്നുള്ളത്. R5ൽ 1 വന്നിട്ടുണ്ട്, R7ൽ 1, R9ൽ 1 വന്നിട്ടുണ്ട്, ഇനി അടുത്തത് R11ൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊസിഷനാണ് ഞാൻ R1 ബിറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ആ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി കാണാപ്പാടം പഠിച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കുക. R1ന് 1, 3, 5, 7, 9, 11, R2ന് 2, 3, 6, 7, 10, 11. അപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെൻറ്ററിന്ന് സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇങ്ങനെയാണ്. റിസീവറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു ബിറ്റ് പൊസിഷനിൽ എനിക്ക് എന്ത് വന്നിട്ടുണ്ട്? എറർ വന്നിട്ടുണ്ട് അല്ലേ. ഈ യെല്ലോ കാണിച്ചിരിക്കുന്നത് എറർ വന്ന ബിറ്റാണ്. സെൻഡ് ചെയ്തത് 1 ആയിരുന്നു ആ പൊസിഷനിൽ, റിസീവ് ചെയ്തത് 0 ആണ്. അപ്പോൾ ഹാമിങ് കോഡ് എന്ത് ചെക്ക് ചെയ്യണം? എറർ ചെക്ക് ചെയ്യണം, എറർ കണ്ടുപിടിക്കണം, ഏത് പൊസിഷനിലാണെന്നുള്ളത് അതിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ 0 ആണ് എനിക്ക് റിസീവ് ചെയ്തെങ്കിൽ
ഒറിജിനൽ ഡാറ്റ എന്തായിരിക്കും 1 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 0നെ 1 ആക്കി എഴുതിയ എറർ കറക്റ്റായി. ഇനി എനിക്ക് എറർ വന്നിട്ടുള്ള പൊസിഷനിൽ ഞാൻ 1 എന്നാണ് കാണാനുള്ളതെങ്കിൽ മീനിങ് എന്താ, ഒറിജിനൽ ഡാറ്റ 0 ആണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. ഇനി റിസീവർ സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നോക്കാം. റിസീവർ സൈഡിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്ത ഡാറ്റ ഇതാണ്. അതിൻ്റെ R1 കാൽക്കുലേറ്റ് ചെയ്യണം, R2 കാൽക്കുലേറ്റ് ചെയ്യണം, R3 കാൽക്കുലേറ്റ് ചെയ്യണം, R4 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷൻസ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ R1 പൊസിഷൻ 1, 3, 5, 7, 9, 11 പൊസിഷൻസ് നോക്കി. ആ പൊസിഷനിൽ ഈവൻ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് 1 കിട്ടി. അടുത്തത് R2ൻ്റെ പൊസിഷൻസ് 2, 3, 6, 7, 10, 11 നോക്കി. ഈവൻ പാരിറ്റി എടുത്തു. അപ്പോൾ എനിക്ക് 1 കിട്ടി. അടുത്തത് R3യുടെ 4, 5, 6, 7 പൊസിഷൻസ് നോക്കി. ഈവൻ പാരിറ്റി നോക്കി 1 കിട്ടി. R4 നോക്കി 8, 9, 10, 11 ആണ്. പിന്നെ ഈവൻ പാരിറ്റി എടുത്തു 0. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതൊന്ന് നോക്കിയേ, 0, 1, 1, 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയാണ് കിട്ടിയിട്ടുള്ളത്, റിഡൻഡൻറ്റ് ബിറ്റ്സ് അല്ലേ. അതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 ആണ് കിട്ടുക. നമുക്ക് എന്ത് മനസ്സിലാക്കാം, എറർ വന്നിട്ടുള്ളത് 7th പൊസിഷനിലാണ് അല്ലേ. ആ 7th പൊസിഷനിൽ എന്താണോ ഡാറ്റ ഉള്ളത്, അപ്പോൾ ഇവിടെ 0 ആണ് ഡാറ്റ ഉള്ളത്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാം, മാറ്റി കൊടുക്കാം. അപ്പോൾ എറർ കറക്ഷനായി. അപ്പോൾ ഇത്രയാണ് ഹാമിംഗ് കോഡിലുള്ളത്. ഹാമിംഗ് കോഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.